CPO ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ കൈമുട്ടിൽ ഇഴഞ്ഞുകൊണ്ടുള്ള അവരുടെ പ്രതിഷേധം, അവരുടെ സങ്കടമാണ് സർക്കാരിന് മുമ്പിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി നമുക്കറിയാം സെക്രട്ടറിന് മുമ്പിൽ അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കൈമുട്ടിൽ ഇഴഞ്ഞുകൊണ്ടുള്ള അവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരൊരു പ്രയാസം സർക്കാരിന് മുമ്പിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടറിന് മുമ്പിൽ ഈ റാങ്ക് ലിസ്റ്റ്, അതായത് വനിതാ CPOമാരുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഈ സമരവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ഇതൊക്കെ കണ്ടിട്ട് ഇനി എന്താ ബാക്കി പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇപ്പോഴും ഇന്നും വിശ്വാസമുണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നു. 19-ാം തീയതിക്ക് മുന്നേ ഞങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു തീരുമാനം സംഭവിക്കും. നാളത്തെ മീറ്റിംഗ് ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. സർക്കാർ നിങ്ങളെ മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ടോ? നാളെ എങ്ങനെ? കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് ഞങ്ങൾ കണ്ടത് സർക്കാരെ അല്ല കണ്ടത്, PHQലൊക്കെ പോയി ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട്. പിന്നെ മിനിസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അനുകൂലമായി ഇതുവരെ അത്ര കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. ഇന്നും പ്രതീക്ഷിക്കുന്നു. നാളത്തെ ഒരു മീറ്റിംഗ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. നാളത്തെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളെ വിളിച്ചാണോ? അല്ലല്ല, നമ്മുടെ ക്യാബിനറ്റ് കൂടെ ഉണ്ടല്ലോ, അതിന്റെ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ. അത്തരത്തിൽ സെക്രട്ടറിയുടെ മുമ്പിൽ അവർ നടത്തിക്കൊണ്ടുന്ന സമരമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പലരും ഈ സമരത്തിനിടയ്ക്ക് വീണു പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നാളെ നടക്കുന്ന ക്യാബിനറ്റ് യോഗമാണ്. അതിൽ അനുകൂലമായൊരു നിലപാട് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവരൊക്കെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ഇവർ ഇന്ന് വൈകിട്ട് രാത്രി ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരത്തിലേക്കും ഉദ്യോഗാർത്ഥികൾ കടക്കും. അത്തരത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. കാരണം ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇവർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. സെക്രട്ടറി മുമ്പിലെ സമരം അത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അവസ്ഥ ദയവീത് കാണണമെന്നാണ് പറയാനുള്ളത്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ദയവീത് ഞങ്ങൾക്ക് നിയമനം നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ ഈ കാലാവധി അവസാനിക്കുന്നത് ഏപ്രിൽ 19-ന് ഞങ്ങളുടെ കാലാവധി അവസാനിക്കുവാണ്. ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. ദയവീത് ഞങ്ങൾക്ക് മാക്സിമം പേർക്ക് നിയമനം നൽകണമെന്നാണ് പറയാനുള്ളത്. എല്ലാവരും ഉന്നയിക്കുന്നത് നിയമനം നൽകാൻ സർക്കാർ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം തന്നെയാണ്. സെക്രട്ടറി മുമ്പിൽ നടക്കുന്ന നിരാഹാര സമരവും ഒപ്പം തന്നെ വനിതാ CPOമാരുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സമരവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറിയുടെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.